ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ജാനകിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് അവിടെ എല്ലാവരും. കേക്കൊക്കെ വാങ്ങിച്ച് ചന്ദ്രിക വലിയൊരു പരിപാടി തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജാനകിയുടെ മുഖത്ത് വലിയ തെളിച്ചമൊന്നുമില്ല. ഒന്നാമത് മഹേന്ദ്രൻ അവരോട് നേരിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ മഹേന്ദ്രൻ എന്നിട്ടും അവർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റിങ്ങൊക്കെ വാങ്ങിച്ചിട്ട് ലക്ഷ്മിയാണ് അത് കൊടുക്കുന്നത്. അത് വാങ്ങിക്കാൻ ആദ്യം ഒരു വിഷമം തോന്നിയെങ്കിലും അച്ഛൻ നിർബന്ധിച്ചത് കാരണം ജാനകി അത് വാങ്ങിക്കുകയാണ്. അതുപോലെ തന്നെ ചന്ദ്രിക കൊടുത്ത ഗിഫ്റ്റാണെങ്കിലും മുത്തശ്ശൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ചന്ദ്രിക കൊടുത്ത ഗിഫ്റ്റും വാങ്ങിച്ചത്. അവസാനം കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ജാനകി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. കാരണം ഇപ്പം ഇങ്ങനെ ഒരു ജന്മദിനം ആഘോഷിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞാനുള്ളത്. നിങ്ങളെല്ലാവരും ഞാൻ ബുദ്ധിമുട്ടിച്ചെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. വീണ്ടും അവർ പറയുകയാണ്. അത് കേട്ടപ്പോൾ എല്ലാവരുടെ മുഖത്തും ആകെ സങ്കടം നിറയുവാണ്. ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ ജാനകി സങ്കടത്തോടെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്തതെല്ലാം നടന്നു. അതിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോഴുള്ളത്. ആ സമയത്ത് എനിക്ക് ജന്മദിനത്തിൻ്റെ പരിപാടിയിലൊന്നും പങ്കുചേരാൻ സാധിക്കില്ല. ഇതൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് കേട്ടപ്പോൾ എല്ലാവർക്കും സങ്കടമാവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നേരെയും കൈകൂപ്പിക്കൊണ്ട് ജാനകി പറയുന്നുണ്ട്, എല്ലാവരും എനിക്ക് മാപ്പ് തരണം. ആരും ഒന്നും പറയാതെ നിൽക്കുവാണ്. അപ്പോൾ ആരതിയെ വിളിച്ചിട്ട് ജാനകി ചന്ദ്രിക കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് കയ്യിലുണ്ടായിരുന്നല്ലോ, അത് ആരതിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ആരതി ഇത് നീ എടുത്തോളൂ. ആരതി അത് വാങ്ങിക്കുന്നുണ്ട്. ആ സമയത്ത് ജാനകി സിദ്ധാർത്ഥിനെ തിരിഞ്ഞു നോക്കിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ സിദ്ധു സങ്കടത്തോടെ പറയുന്നുണ്ട്, അമ്മ എന്താ അമ്മ? അവർ മുറിയിലേക്ക് കൊണ്ടുവിടാനാണ് സിദ്ധുവിനെ വിളിച്ചതെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ചന്ദ്രിക അമ്മയ്ക്ക് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്, എന്നിട്ട് ഇതിൽ പങ്കെടുത്തില്ലെങ്കിൽ എന്താ അമ്മ ചെയ്യുക? എന്താ അമ്മ ഇതിൻ്റെയൊക്കെ അർത്ഥം? അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഞാൻ സമാധാനത്തിലല്ല എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. എല്ലാവരും വിഷമത്തോടെ നിൽക്കുമ്പോൾ ജാനകി തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരവിടെ നിന്നും തിരിച്ചു പോകുന്നുണ്ട്. സിദ്ധാർത്ഥ് പിന്നീട് വിളിച്ച് പറയുന്നുണ്ട്, അമ്മ പ്ലീസ് അമ്മ. പക്ഷെ ആരെയും പിന്നീട് നോക്കാതെ ജാനകി തിരിച്ചവിടെ നിന്നും പോകുവാണ്. എല്ലാവരും ആ കേക്കിന് മുന്നിൽ ഒന്നും സംസാരിക്കാനാവാതെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് മേഘ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയാണ്. അപ്പോൾ മേഘ അവളുടെ ക്യാബിനിലിരുന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മനോഹരം വന്നിട്ട് പറയുന്നുണ്ട്, മേഘ നിന്നെ കാണാൻ വേണ്ടി ക്ലയൻസൊക്കെ വന്നിട്ടുണ്ട്. ക്ലയൻസോ? എന്തിനാ അമ്മാവ? അവൾക്ക് മനസ്സിലാവുന്നില്ല. നിന്നെ കാണാൻ വേണ്ടി ക്ലയൻസ് വരുന്നത് എന്തിനാ? കടം വാങ്ങിച്ച പൈസക്ക് വേണ്ടിയിട്ട്. അത് കേട്ടതും മേഘ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ മേഘ ടെൻഷനോടെ പറയുന്നുണ്ട്, അയ്യോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 5 പൈസ പോലും ഇല്ലല്ലോ. ഞാൻ ഓഫീസിലില്ല എന്ന് അവരോട് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ടേക്കമ്മാവ. അയ്യോ നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പോയല്ലോ മോളെ. അയ്യോ. മേഘ തലക്ക് കൈയും കൊടുത്തിരിക്കുകയാണ്. എന്താ അമ്മാവ ഇങ്ങനെ ഓരോ കെണിയിൽ കൊണ്ടുവന്ന് ചാടിക്കുന്നത്? ഇപ്പോൾ അവർ വന്ന് പണം ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയുക? ഇല്ല എന്ന് പറയണം. മനോഹരം കൂളായിട്ട് പറഞ്ഞപ്പോൾ മേഘക്ക് ദേഷ്യം വരികയാണ്. അമ്മാവ തമാശ കളിക്കാതെ. അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. നമ്മളെ വിശ്വസിച്ചിട്ട് 60 ലക്ഷത്തിനാണ് അവർ നമുക്ക് മെറ്റീരിയൽ തന്നിട്ടുള്ളത്. മനോഹരനൊന്നും പറയാതെ നിൽക്കുവാണ്. അയാൾക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ മേഘ പറയുന്നുണ്ട്, പണത്തിന് ചോദിച്ചിട്ട് അവർ ഒരുപാട് തവണ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്, അറിയാമോ? ഞാനാണെങ്കിൽ ഫോൺ അറ്റൻഡ് പോലും ചെയ്തിട്ടില്ല. അതായിരിക്കും നേരിട്ട് വന്ന് ആ പണം വാങ്ങിച്ചു കൊണ്ടുപോകാനായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ അവരോടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാവില്ല അമ്മാവ? നാണമോ? മനോഹരൻ ചോദിക്കുന്നുണ്ട്. മേഘ നാണം തന്നെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ നാണിച്ചു പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ നാണക്കേടോടെ നിൽക്കുന്നത്, അറിയോ? മേഘ ഒന്നും പറയാതെ നിൽക്കുന്ന സമയത്ത് മനോഹരൻ വീണ്ടും അവർ തമാശയാക്കുകയാണ്. ഇനി എന്താ നാണിക്കാനുള്ളത്? മേഘ ഇതെല്ലാം നിനക്ക് ചെറിയ കാര്യമേ ഉള്ളൂ. അവരോട് പോയിട്ട് പണം ഇല്ലയെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇത്രമാത്രം നാണിക്കാനൊക്കെ എന്താ ഉള്ളത്? ഇതിനേക്കാളും വലിയ നാണക്കേടൊക്കെ നീ സഹിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരൻ വീണ്ടും വീണ്ടും പ്രവോക്ക് ചെയ്യാണ്. പക്ഷെ അയാൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അയാൾ മേഘയെ ദേഷ്യത്തിൽ ആക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ മേഘ പല്ല് കടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വന്ന് നിങ്ങളെന്നെ വല്ലാതെ നാണം കെടുത്തിയാണ് സംസാരിക്കുന്നത് അമ്മാവ. അപ്പം മനോഹരൻ പിറുപിറുക്കുന്നുണ്ട്, ഓ നാണം കെടുത്തുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? ആ ശരി തൽക്കാലം ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ നോക്ക്. അയ്യോ ഞാനങ്ങനെ കള്ളമൊന്നും പറയില്ല മേഘ. മനോഹരൻ പെട്ടെന്ന് തന്നെ മറുപടി പറയുകയാണ്. അപ്പം മേഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്ത്? ഓഹോ ഇതിനു മുൻപ് നിങ്ങൾ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഉണ്ട്, പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടിയാണ് മേഘ ഞാൻ കള്ളം പറയാൻ തന്നെ തുടങ്ങിയത്. അപ്പോഴേക്കും ക്ലയൻസൊക്കെ വന്നിട്ട് ഡോറ് തുറന്ന് അകത്തേക്ക് ഡയറക്റ്റ് വരുവാണ്.
അപ്പോൾ മനോഹരൻ വലിയ ഭവ്യതയോടെ പറയുന്നുണ്ട്, ആ വരൂ സർ, വരൂ സർ, വരൂ സർ. മേഘ, ഞാൻ പറഞ്ഞിരുന്നില്ലേ 3 ജെന്റിൽമാൻമാർ പുറത്തു വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇവരാണ് അവർ. സർ, നിങ്ങൾ ഇരിക്കൂ സർ. മേഘ പതറിക്കൊണ്ട് പറയാണ്. മനോഹരൻ പറയുന്നുണ്ട്, ഇരിക്കൂ സർ. അവരവിടെ ഇരുന്ന സമയത്ത് മേഘ പുഞ്ചിരിക്കുന്നുണ്ട്. പക്ഷെ അവർ കുറച്ചൊരു ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. എന്താ മേഘ കോള് വിളിച്ചെടുക്കാത്തത്? കോള് കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കുന്നുമില്ലല്ലോ. അവർ 3 പേരും ദേഷ്യത്തിലാണെന്ന് മേഘയ്ക്ക് മനസ്സിലായി. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അത് പിന്നെ സർ, ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് വിളിക്കുകയൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ അവർ 3 പേരും പരസ്പരം നോക്കിക്കൊണ്ട് പിന്നീട് മേഘയോട് പറയുന്നുണ്ട്, ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫുകളെയും നീ പറഞ്ഞു വിട്ടു. പിന്നെ ഏത് മീറ്റിങ്ങിൻ്റെ കാര്യമാണ് മേഘ ഉദ്ദേശിക്കുന്നത്? അത് കേട്ട സമയത്ത് മനോഹരൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സർ, കറക്റ്റാ സർ നിങ്ങൾ പറഞ്ഞത്. അത് കേട്ട സമയത്ത് മേഘ ഇങ്ങനെ അയാളുടെ പല്ല് കടിച്ചുകൊണ്ട് നോക്കുകയാണ്. കാരണം ചില സമയത്ത് അയാൾ പറയുന്ന വിഡ്ഢിത്തങ്ങൾ മേഘയ്ക്ക് നല്ല അടി കിട്ടുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ മേഘ നോക്കിയപ്പോഴാണ് മനോഹരനും അബദ്ധം പറ്റിയത് മനസ്സിലായത്. അപ്പോൾ അയാൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അയ്യോ, മനസ്സ് പറയുന്ന കാര്യങ്ങൾ ഉറക്കെ പറഞ്ഞു പോയോ. മേഘ ആകെ വിയർത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട്, 6 മാസത്തിനുള്ളിൽ മെറ്റീരിയൽസിൻ്റെ മുഴുവൻ പൈസയും തന്നു തീർക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ മെറ്റീരിയൽസൊക്കെ ഞങ്ങൾ തന്നത്. എന്നിട്ടിപ്പോൾ 6 മാസമായിട്ട് മെറ്റീരിയൽസിനുള്ള പണം ചോദിക്കാൻ വേണ്ടി ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ കോള് പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. കോള് കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുന്നു പോലും ഇല്ല. എന്താ മാഡം ചെയ്യുക? അത് പിന്നെ മനഃപൂർവ്വമല്ല സർ, പ്രതീക്ഷിക്കാതെ ചെറിയ ചെറിയ ഓരോരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചത് കാരണം ബിസിനസ്സിൽ കുറച്ച് നഷ്ടം വന്നു. അത് കേട്ട സമയത്ത് അവർ ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ടായിരുന്നു. കാരണം ബിസിനസ്സിൽ ലോസ് വന്നു എന്ന് പറയുമ്പോൾ തന്നെ ബിസിനസ് തകരാൻ പോകുകയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘ കുറച്ചൊരു ഭവ്യതയോടെയാണ് പറയുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് സമയത്തിന് നിങ്ങളുടെ പേയ്മെൻറ്റ് തന്നു തീർക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ അവർ തിരിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ ഡേറ്റിന് പണം തന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കും? ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാനും സാധിക്കില്ല. ബിസിനസ്സിൻ്റെ ഒരു മര്യാദ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശ്വാസമാണ് മാഡം. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് തന്നെ നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും. അയാൾ വളരെ മര്യാദയോടു കൂടിയാണ് മേഘയോട് സംസാരിക്കുന്നത്. അപ്പോൾ മറ്റൊരാൾ പറയുന്നുണ്ട്, മേഘ, നിങ്ങൾക്ക് തന്ന സമയം അവസാനിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് സമയം തരാനും സാധിക്കില്ല. ഇപ്പം തന്നെ ഞങ്ങൾക്ക് തരാനുള്ള പണം നിങ്ങൾ സെറ്റിൽ ചെയ്യണം. അവർ 3 പേരും കാർക്കശ്യത്തോടെയാണ് സംസാരിക്കുന്നത്. മേഘ ആകെ പെട്ട അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അവൾ വീണ്ടും സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ സർ, പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാണ് സർ തരിക? അപ്പോൾ അതിലൊരാൾ പറയാണ്, ഞങ്ങൾ പെട്ടെന്ന് ഉടനെ വന്ന് ചോദിച്ചതല്ലല്ലോ മേഘ, 6 മാസമായിട്ട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, 6 മാസമായിട്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. കുറച്ച് സമയം തരൂ സർ, തീർച്ചയായിട്ടും എല്ലാ എമൗണ്ടും ഞാൻ സെറ്റിൽ ചെയ്യും സർ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇനിയും എത്ര സമയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മേഘ? സർ, ഇനിയൊരു 6 മാസം കൂടി. അവർ 3 പേരും മുഖത്തോട് മുഖം നോക്കിയതിന് ശേഷം പറയുന്നുണ്ട്, ഇല്ല, അത്രയധികമൊന്നും സമയം തരാൻ സാധിക്കില്ല. വേണമെങ്കിൽ ഒരാഴ്ച കൂടി തരാം. നിങ്ങൾ എവിടുന്നെങ്കിലും കടം വാങ്ങി ഞങ്ങളുടെ 3 പേരുടെയും കടം സെറ്റിൽ ചെയ്യാൻ നോക്ക്. കടം വാങ്ങിക്കുന്ന കാര്യം കേട്ടപ്പോൾ തന്നെ മനോഹരൻ മേഘയെ നോക്കുന്നുണ്ട് പേടിയോടെ. അപ്പോൾ അവർ പറയുന്നുണ്ട്, അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് ലീഗലായിട്ട് നിങ്ങൾക്കെതിരെ കേസിന് പോവേണ്ടി വരും. മേഘ ആകെ വല്ലായ്മയോടെ നിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ലീഗലായിട്ട് കോർട്ടിലും കേസിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ആയിട്ട് കയറി ഇറങ്ങേണ്ടി വരും. അപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, എന്താ സർ, എത്ര വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യുന്നതാണ്, എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ സർ? അപ്പോൾ അതിൽ 3-ൽ ഒരാൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തന്നെ നിങ്ങളാണ് മാഡം കാരണം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഞാൻ ഇത്രയധികം പ്രശ്നങ്ങളിൽ അകപ്പെടാൻ തന്നെ കാരണം ഒരു റിയൽ എസ്റ്റേറ്റുകാരനാണ്. അതെ അതെ, മനോഹരനും പറയാണ്. അപ്പോൾ മേഘ സങ്കടത്തോടെ പറയുന്നുണ്ട്, അവനെ വിശ്വസിച്ച് ഞാൻ 50 കോടി രൂപയ്ക്കാണ് എനിക്ക് നഷ്ടം സംഭവിച്ചത്. അവർ 3 പേരും മേഘ പറയുന്നത് ക്ഷമയോടെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മേഘ പറയാണ്, എന്നെ ആ ഒരു 50 കോടി രൂപയ്ക്ക് ആ റിയൽ എസ്റ്റേറ്റുകാരൻ പറ്റിക്കാതിരുന്നെങ്കിൽ ഞാൻ ഇത്രയധികം പ്രശ്നങ്ങളിൽ ചെന്ന് പെടില്ലായിരുന്നു. അവരുടെ അടുത്ത് സഹതാപം പ്രതീക്ഷിച്ചാണ് മേഘ അങ്ങനെയൊക്കെ സംസാരിച്ചത്. പക്ഷേ അവരുടെ അടുത്ത് സഹതാപമല്ല ഉണ്ടായിരുന്നത്. അതിലൊരാൾ പറയുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റുകാരൻ നിങ്ങളെ പറ്റിച്ചതുപോലെ നിങ്ങൾക്ക് ഞങ്ങളെ പറ്റിക്കാൻ സാധിക്കുമെന്ന് കരുതണ്ട. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. വെറുതെ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാമെന്ന് കരുതണ്ട.
ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച മെറ്റീരിയൽസിൻ്റെ പണമാണ്. അത് ഒരാഴ്ചക്കുള്ളിൽ തന്നു തീർക്കണം. ഒരാഴ്ചക്കുള്ളിൽ പണം തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഓഫീസ് ഞങ്ങളുടെ ഓഫീസായിട്ട് മാറും. അയാൾ പറഞ്ഞത് കേട്ടതും മേഘയും മനോഹരനും ഒരുപോലെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. മേഘ അവളുടെ അതിശയം മറക്കാതെ ചോദിക്കുന്നുണ്ട്, സർ, എന്താ സർ ഈ പറയുന്നത്? മേഘയുടെ അതിശയം തീരുന്നതിന് മുന്നേ അതിലൊരാൾ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് മേഘയ്ക്ക് കൊടുത്തുകൊണ്ട് പറയാണ്, ഇന്നാ ഇതിൽ നിങ്ങളൊരു സൈൻ ചെയ്യേ. എന്താ സർ ഈ പേപ്പറിൽ? മേഘ ചോദിച്ചപ്പോൾ അയാൾ പറയാണ്, നിങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് തരാനുള്ള മുഴുവൻ പണവും തന്നില്ലെങ്കിൽ ഈ ഓഫീസും സ്ഥലവും ഞങ്ങൾക്കുള്ളതാണെന്നാണ് ഈ പേപ്പറിലുള്ളത്. ഇതാണ് നമ്മൾ തമ്മിലുള്ള ഡീൽ. അത് കേട്ടപ്പോൾ മേഘ ആകെ ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സർ ഇങ്ങനെ പറയുന്നത്? എനിക്കിനി ആകെയുള്ളത് ഈ ഒരു ഓഫീസ് മാത്രമാണ്. ഇതും കൂടി നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് സർ ബിസിനസ് ചെയ്യുന്നത്? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഒരാഴ്ചക്കുള്ളിൽ നീ ഞങ്ങളുടെ പണം തരുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ ഓഫീസ് എടുക്കുന്നത്? ഞങ്ങളുടെ ഡീല് പ്രകാരം ഒരാഴ്ചക്കുള്ളിൽ നീ പണം തന്നാൽ മതി. അല്ലാതെ ഞങ്ങൾക്ക് ഈ ഓഫീസ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും വലിയൊരു പണം ഞാൻ എങ്ങനെയാണ് സർ റെഡിയാക്കുക? അപ്പോൾ അവർ തന്നെ അതിനുള്ള സൊല്യൂഷനും പറയാണ്, അങ്ങനെയാണെങ്കിൽ പണം റെഡിയായതിനു ശേഷം വീണ്ടും തിരിച്ച് നിങ്ങളുടെ ഓഫീസ് ഞങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചോളൂ. അവർ പറഞ്ഞ സൊല്യൂഷനും കൂടി കേട്ടപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു മേഘ. അവൾ അമ്മാവനെ നോക്കുവാണ് ദയനീയായിട്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾ അധികം ആലോചിക്കാതെ സൈൻ ചെയ്യാൻ നോക്ക് മാഡം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ മേഘ ആകെ വെപ്രാളത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. കുറച്ച് സമയം അങ്ങനെ ഇരുന്ന സമയത്ത് മനോഹരം പറയുന്നുണ്ട്, മേഘ നീ ഒപ്പിടാൻ നോക്ക് മേഘ. ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ആരോടെങ്കിലുമൊക്കെ സംസാരിച്ച് പണം റെഡിയാക്കാനുള്ള വഴി നോക്കാം. മനോഹരം പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടിട്ട് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മേഘ അതിലൊപ്പിടുവാണ്. ആ പേപ്പറിൽ മേഘ ഒപ്പിട്ടതിന് ശേഷം മാത്രമാണ് അവരവിടെ നിന്നും ആ പേപ്പറും എടുത്തിട്ട് പോയത്. പക്ഷേ മേഘയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു ഗതികെട്ട അവസ്ഥയിലാണ് അവൾ ഉണ്ടായിരുന്നത്. അവർ പോയതിനു ശേഷം മേഘ സങ്കടത്തോടെ മനോഹരനോട് പറയുന്നുണ്ട്, അമ്മാവാ, ഈ ഓഫീസ് വെച്ചിട്ടാണ് ഞാൻ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കണമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഈ ഓഫീസ് നഷ്ടമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ അമ്മാവാ, എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മനോഹരൻ അവളോടൊന്നും പറയുന്നില്ലെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പൊട്ടനെ ചെട്ടി ചതിച്ചാ ചെട്ടിയെ ദൈവം ചതിക്കുന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതാണിപ്പോൾ നിനക്ക് സംഭവിക്കുന്നത്. കാരണം മഹേന്ദ്രനെ പറ്റിച്ചിട്ടാണല്ലോ മേഘ ഇതൊക്കെ അപഹരിച്ചുണ്ടാക്കിയത്. അപ്പോൾ അവരുടെ ഒരു ശാപമോ അല്ല അവരുടെ ഒരു മനസ്സിൻ്റെ സങ്കടമോ ആയിരിക്കും മേഘയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാണ് മനോഹരൻ ഉദ്ദേശിക്കുന്നത്. അമ്മാവാ, ഇപ്പോൾ 60 ലക്ഷം രൂപ നമ്മൾ ആരുടെ അടുത്ത് പോയിട്ടാണ് അമ്മാവാ കടം ചോദിക്കുന്നത്? അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, മേഘ, നിനക്കുള്ള അറിവിനും നിനക്കുള്ള ബുദ്ധിക്കും നിൻ്റെ സ്റ്റൈലിനും നിനക്ക് ആരെ വേണമെങ്കിലും പറ്റിക്കാം മേഘ. മേഘ ഒന്നും പറയാതെ അയാളെ തന്നെ നോക്കി നിന്നപ്പോൾ അയാൾ വീണ്ടും പറയുന്നുണ്ട്, മേഘ, ഈ നാട്ടിൽ പറ്റിക്കപ്പെടാൻ വേണ്ടി ഒരുപാട് ആളുകൾ പൊട്ടന്മാരായിട്ട് ജീവിക്കുന്നുണ്ട്. അവരെപ്പോലുള്ള പൊട്ടന്മാരുള്ളിടത്തോളം കാലം നമുക്കൊക്കെ നന്നായിട്ട് സുഖമായിട്ട് ജീവിക്കാം. നീ ആരെ പറ്റിക്കണമെന്ന് ആലോചിക്ക്. അപ്പോഴേക്കും അമ്മാവൻ പോയി നല്ല ഡബിൾ സ്ട്രോങ് ഉള്ള ഒരു ടീ മോൾക്ക് വേണ്ടി എടുത്തിട്ട് വരാം. അയാൾ അതും പറഞ്ഞ് പുറത്തേക്ക് പോകുവാണ്. മേഘ പറയാനാവാത്ത ഓരോ വിഷമത്തിലൂടെയാണ് അവിടെ ഇരിക്കുന്നത്. അവൾക്ക് ആകെ ഒരു സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മേഘ തോറ്റു കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഭാവത്തോടെ മുഖം മാറുവാണ്. അതേസമയം സിദ്ധാർത്ഥാണെങ്കിൽ അവരുടെ വീട്ടിലെ ടെറസിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നടക്കുകയാണ്. എന്താ അവൻ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുത്തശ്ശൻ വന്നിട്ട് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം നീ ഈ കേക്ക് കട്ട് ചെയ്യ്. ആ സമയത്ത് ജാനകി പറഞ്ഞ കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ജന്മദിനം ആഘോഷിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല. എല്ലാവരും എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് മാപ്പ് തരണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അമ്മയുടെ മാനസിക നില ഇങ്ങനെയൊക്കെ തെറ്റാൻ കാരണം ആ ഒരു അവസ്ഥയാണ്. അച്ഛനമ്മയുമായിട്ട് പിരിഞ്ഞതും അച്ഛനമ്മയെ ചതിച്ചതൊക്കെയാണെന്നാണ് സിദ്ധാർത്ഥ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ചന്ദ്രിക അത്രയേറെ ആഗ്രഹത്തോടെയാണ് ആ ജന്മദിനം ആഘോഷിക്കാൻ ഒരുങ്ങിയത്. പക്ഷെ അതിന് ഒരല്പം പോലും മര്യാദയും അമ്മ കൊടുത്തില്ല. അവനിങ്ങനെ ഓരോന്ന് ചിന്തിച്ചിട്ട് നടക്കുന്ന സമയത്ത് പിന്നിൽ ചന്ദ്രിക വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചന്ദ്രിക വന്നത് സിദ്ധു കണ്ടിട്ടില്ല. ചന്ദ്രിക പിന്നിൽ വിളിക്കുന്നുണ്ട്, സിദ്ധു സർ. അപ്പോൾ പെട്ടെന്നൊന്ന് ഞെട്ടിയതുപോലെ സിദ്ധു തിരിഞ്ഞു നോക്കുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക? ചന്ദ്രികയുടെ മുഖത്തും ആ ഒരു നിരാശയുണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ട്, ജാനകി അമ്മായിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നു. ജാനകി അമ്മായിക്ക് ഇതുപോലെ സമാധാനം നഷ്ടപ്പെടാൻ ഞാനും ഒരു കാരണമായി. വാസുദേവൻ അമ്മാവൻ ജ്യോതിയുമായിട്ട് റിലേഷനിലുള്ള കാര്യം ഞാൻ ജാനകി അമ്മായി അറിയിക്കാതിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജാനകി അമ്മായി എപ്പോഴും ഉള്ളതുപോലെ സന്തോഷത്തോടെ ഇപ്പോഴും ഉണ്ടാകുമായിരുന്നു. അന്ന് ഞാൻ ആ സത്യം പറഞ്ഞത് കാരണമാണ് ഇന്ന് ജാനകി അമ്മായിയുടെ ജീവിതം തന്നെ ഇതുപോലെ സമാധാനം ഇല്ലാതെ ജീവിതം തന്നെ വെറുത്തൊരവസ്ഥയിലേക്ക് മാറാൻ കാരണം.
അന്ന് ഞാൻ ആ സത്യം ജാനകി അമ്മായിയോട് പറയേണ്ടിയിരുന്നില്ല. ഇതിനെല്ലാത്തിനും കാരണം ശരിക്കു പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. ചന്ദ്രിക കരഞ്ഞുകൊണ്ടാണ് സിദ്ധുവിനോട് പറയുന്നത്. പക്ഷേ സിദ്ധു അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.